ഫേസ് പാക്ക് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഓരോ ഐറ്റംസ് ഒക്കെ വാങ്ങി വെക്കൂട്ടെ. പക്ഷെ വാങ്ങി വെക്കൽ മാത്രമേ നടക്കാറുള്ളൂ, അത് പാക്കായിട്ട് ഫേസിലേക്ക് എത്താറില്ല കേട്ടോ. അങ്ങനെ കുറെ നാളായിട്ട് വിൻഷാട്ടിന്റെ ചീത്ത കേൾക്കാട്ടെ, അത് വെറുതെ വാങ്ങി വെക്കുകയാണ്, പൈസ കളയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിൻഷാട്ടിന്റെ കണ്ണിൽ പൊടി ഇടാൻ വേണ്ടി ഇത് മുൾട്ടാണി കേട്ടോ, അത് വിൻഷാട്ടിന്റെ മുഖത്ത് കുറച്ച് ഇട്ട് കൊടുത്തു. ബാക്കി ഞാനിത് കുറച്ച് എന്റെ ഫേസിൽ ഇട്ടുട്ടാ. റോസ് വാട്ടർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നോർമൽ പച്ചവെള്ളത്തിൽ അങ്ങോട്ട് ചാലിച്ചിട്ടാട്ടെ തേച്ച് കൊടുത്തേക്കുന്നത്. ഞങ്ങളെ രണ്ടാളെയും കണ്ടിട്ട് കൗതുകത്തോട് കൂടി നോക്കുന്ന നോട്ടാട്ട തേജുവിന്റെ. അങ്ങനെ അതൊക്കെ കഴുകി കളഞ്ഞ് ഞങ്ങളിതേ പോണത് നമ്മുടെ അടുത്ത് ഒരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ തലേന്നത്തെ പരിപാടിക്കാണ്. അങ്ങനെ വീടൊക്കെ പൂട്ടിയിട്ട് നമ്മൾ നേരെ ആ കല്യാണ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ വീടിന്റെ ഒരു വളവ് തിരിഞ്ഞാൽ തന്നെ വീടായിട്ടോ. അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ കുറെ നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. ഫുഡ് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം നമ്മൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പാറും ജിഷ്ണുവേട്ടനും അവരൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സമയം ഏകദേശം ആയപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പിറ്റേ ദിവസം ഉണ്ട് കല്യാണം. അപ്പൊ നമ്മൾ പിറ്റേ ദിവസം വൈകിട്ട് ഫംഗ്ഷന് പോകുമല്ലോ. അങ്ങനെ നമ്മളിതേ സിനിമയ്ക്ക് എത്തിയപ്പോൾ ഓരോരുത്തരായിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാനൊരു പെപ്സി വാങ്ങി. എനിക്ക് എന്തോ നല്ല ദാഹം ഉണ്ടായിരുന്നു, എനിക്ക് ഇത് കുടിക്കാൻ തോന്നി. തേജുവിന് ഒരു ഫ്രൂട്ടിയും വാങ്ങിട്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പാറും ബാക്കി എല്ലാവരൊക്കെ വന്നു. പിന്നെ നമ്മൾ നേരെ സിനിമയ്ക്ക് കയറിയിട്ട് ചെയ്തത്. അപ്പൊ ഞങ്ങൾ കണ്ട പടം പൊന്മാനായിരുന്നു കേട്ടോ. ഇന്റർവെല്ലായപ്പോ ഐസ്ക്രീമും ചായയും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ വാങ്ങിക്കൊണ്ടുവരുന്നുണ്ട്. നമ്മളിതേ കപ്പലാണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം നല്ല രസം ഉണ്ടായിരുന്നു, മസാല കപ്പലാണ്ടി ആയിരുന്നു. പിന്നെ അതേ പടം കഴിഞ്ഞപ്പോഴേക്കും തേജുവിന്റെ ഒരു ഉറക്കം കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. ഈ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇവർക്ക് എല്ലാവർക്കും ഇവരുടെ ഒരു ജോബായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു കേട്ടോ. എല്ലാവരും അത് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് എനിക്ക് വരുന്നത്. തിയേറ്ററിന് പുറത്തിറങ്ങിയിട്ടും എല്ലാവരും ഡിസ്കഷൻ അത് തന്നെയായിരുന്നു. കാരണം അവർക്ക് നന്നായിട്ട് അവരുടെ ഒരു ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകട്ടെ. അപ്പോഴും നമ്മുടെ കല്യാണ വീട്ടിലെ പരിപാടി കഴിഞ്ഞിട്ടില്ലേ. അപ്പൊ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടോളുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാൻ പറ്റിയ സിനിമയാണ് കേട്ടോ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.